ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഷിംലയിൽ തന്നെയാണ്. ഷിംലയിൽ ഉള്ളേരിയയിലാണ്. ഉള്ളേരിയയിലെ ഒരു വലിയ ഒരു ഫാമിലാണുള്ളത്. അത്യാവശ്യം എന്താ പറയുക, ഒരു 1-2 മല അങ്ങനെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ആപ്പിൾ തോട്ടത്തിൻ്റെ ഒരു ടീമിൻ്റെ ഫാം, അന്യായ ഫാമാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടെ പറക്കുന്നുണ്ട്. അവർ വന്നത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ആപ്പിളിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ ഇനി കടക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു വീഡിയോയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ചിലപ്പോൾ 1-2 വീഡിയോസ് ആയിട്ട് അല്ലെങ്കിൽ 2-3 വീഡിയോസ് ആയിട്ട് ഇടേണ്ടി വരും. കാരണം അത്രയധികം കവറിങ് ഉണ്ട്. ആപ്പിൾ മാത്രമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് വേറെ പല സബർജില്ലുണ്ട്, വേറെ എന്നിട്ട് പംകിനോ അങ്ങനെ ഒരു സാധനം, പിന്നെ പച്ചക്കറിയുടെ കുറേ ഐറ്റംസ് ഞാൻ കണ്ടു ഇതിൻ്റെ ഇടയിൽ. അങ്ങനെ ചിലപ്പോൾ ഒന്നിച്ചായിരിക്കും വീഡിയോസ് ഇടണേ. അപ്പോൾ ഒരുപാട് സമയം നമുക്ക് അലൗഡ് അല്ല. നമുക്ക് പറിച്ച് കഴിക്കാം. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ നമുക്ക് അലൗഡേ ഉള്ളൂ ഈ ഫാമിൽ. ഇനി അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് വേറെ ഫാമിലേക്ക് പറഞ്ഞേക്കണേ. അപ്പോൾ എത്രയും വേഗം നമുക്ക് ഈ ഫാമിൽ മൊത്തം കവർ ചെയ്യാം. എങ്ങനെ തിരിഞ്ഞാലും ആപ്പിൾ, എവിടെ തിരിഞ്ഞാലും ആപ്പിൾ. അതുപോലെ ഫ്രൂട്ട്സ് മരങ്ങൾ. അതായത് ഇവിടെ ഐസ് വീഴുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അത്രയും തണവാണ്. നല്ല വെയിൽ ഉദിച്ചിട്ടും ഒരു തരി ചൂടില്ല, അത്ര തണവാണ്. അതുകൊണ്ടാണ് ഈ ആപ്പിളൊക്കെ ഇത്ര അധികം ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് വെച്ച് ഉണ്ടാക്കാൻ നോക്കിയാൽ നടപടി ആവില്ല കേട്ടോ. ഇത് എന്താണ് ഈ കാണുന്നത്? ഓരോ ആപ്പിൾ മരത്തുമുള്ള ആപ്പിളിൻ്റെ ക്വാണ്ടിറ്റി അമ്മാരെ ഉണ്ടായിക്കണേ. കുറച്ചൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു മരമുണ്ട്. ഇത് അത് എന്താ പറയുക, മരത്തിന് പേ പിടിച്ച പോലെ ഉണ്ടായിക്കണേ. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ പോകുന്നത്, ഇനി അങ്ങോട്ട് പോകുന്തോറും ഈ ആപ്പിളിൻ്റെ തോട്ടത്തിൻ്റെ അല്ല, മരത്തിൻ്റെ എണ്ണം കൂടും. അതുപോലെ ഒരു പറക്കാത്ത ഏരിയയിലേക്കാണ് നമ്മൾ പോണേ. ഇനി അങ്ങോട്ടൊന്ന് പോയേക്കാം. വാ. ഓ, ഇവനാൾ ശരിയല്ല. ഈ ആപ്പിൾ ഈ മരത്തുമ്മൊക്കെ ഒന്ന് നോക്കി. എങ്ങനെ വന്നാലും ഒരു കൊമ്പുമ്പോൾ ഒരു 40 കിലോ 50 കിലോ ഒക്കെ ഉണ്ടാവും ഈ മരത്തുമ്മൊക്കെ. ഒരു കൊമ്പത്ത് ചെറിയ മരങ്ങൾ അവർ വെട്ടി ഒതുക്കി എല്ലാ വലിയ കൊമ്പുകളും ഒതുക്കി നിർത്തിയേക്കാം. ഇത് മരങ്ങൾ എന്താ പറയുക, ഓരോ വിളവെടുപ്പ് കഴിഞ്ഞ് കഴിയുമ്പോഴും മരം അവർ കട്ട് ചെയ്ത് ഈ കട്ട് ചെയ്യുന്നിടത്തൊക്കെ മറ്റേ ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാൻ സാഫ് പോലത്തെ മരുന്നുകൾ തേക്കുന്നുണ്ട് കേട്ടോ. അതിവിടെ ഈ ഫാമിൽ കണ്ടത് ഇപ്പോൾ ചുവന്ന മരുന്നാണ്. അപ്പുറത്തെ ഫാമിലാണെങ്കിൽ നീലയായിരുന്നു. അതായത് നമ്മുടെ സാഫിൻ്റെ കളർ, സെയിം സാഫിൻ്റെ കളറാണ് അടിച്ചേക്കുന്നത്. മരത്തിൻ്റെ കൊമ്പും, അതായത് കടക്കേന്ന് തുടങ്ങി വേറെ മരുന്ന് അടിച്ച് കയറ്റിയിട്ടുണ്ട്. മരം കേടുവരാണ്ടിരിക്കാനും പുഴുക്കുത്തുകളും കാര്യങ്ങളും വരാണ്ടിരിക്കാനും അടിയിൽ നിന്ന് തുടങ്ങി കൊമ്പിൻ്റെ പകുതി വരെ സാഫ് അടിച്ചിട്ടുണ്ട്. സാഫ് അല്ലെങ്കിൽ തുരിശ ചുണ്ണാമ്പ് മിക്സ് ചെയ്തിട്ടായിരിക്കും കണ്ടിട്ട്. താഴേന്ന് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ വഴി ഇങ്ങനെ കറങ്ങി ഞങ്ങളുടെ അപ്പുറത്തേക്ക് പോകണം. അപ്പോൾ ഇനി മുകളിലോട്ട് പോയി നോക്കാം എങ്ങനെയാണ് മുകളിൽ. ഇത്തിരി ചടങ്ങുണ്ട. ഓരോ കട്ടിങ്ങാണ്. നല്ല വലിയ മലയുടെ പള്ളയല്ലേ. അപ്പോൾ ഓരോ കട്ടിങ് ആയിരുന്നു ഒരു പ്ലാന്റ് ചെയ്തേക്കണേ. എൻ്റെ പൊന്നോ, ഈ മലയുടെ മുകളിലോട്ട് കയറി വന്നിട്ടേ ഞാൻ കുറച്ചൊന്നും ചാരി നിന്നതാ ഒരു മരത്തുമ്മേ. ആപ്പിൾ മരം അല്ലെന്ന് അറിയായിരുന്നു, പക്ഷെ മുകളിലോട്ട് നോക്കിയപ്പോഴാണ് സംഭവം കളി മാറി. ഇതെന്തിട്ട് സാധനം നോക്കി, സബർജില്ല് പോലത്തെ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മരം. ഞാനൊരെണ്ണം പറിച്ചു നോക്കട്ടെ ഏട്ടാ. 1 കിലോത്തോളം ഉണ്ടല്ലോ ഒരെണ്ണം. എന്നാ സൈസ് നോക്കി, ഭയങ്കര വെയിറ്റും. ഇതിന് വലിയ പരിചരണമൊന്നും വേണ്ടെന്ന് തോന്നുന്നു. ഇവരിത് കണ്ട കാടും പടലൊക്കെ പിടിച്ച്. പക്ഷെ ആപ്പിൾ മരങ്ങളും അങ്ങനെയൊന്നുമില്ല, കാടുമില്ല ഒന്നുമില്ല. ഇത് കൊമ്പ് വെട്ടലുമില്ല ഒന്നുമില്ല. അത് കാരണം നേരെ കുത്തനെ പോയിക്കാം, നിറച്ചുണ്ടാവണമുണ്ട്. ഇവർക്ക് ഇതിൻ്റെ ആവശ്യമില്ലെന്നുണ്ട്. അതന്നെ, വെള്ളം കുറച്ച് കൂടുതലുണ്ട്, മധുരമുണ്ട്. സബർജിലിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. പക്ഷേ തൊണ്ടിന് കയ്പൊന്നുമില്ല കേട്ടോ സബർജിലിൻ്റെ വരെ. മോനെ, ഈ കുഞ്ഞു മരങ്ങളിലൊക്കെ ഉണ്ടായി നിൽക്കണമെങ്കിൽ ഈ മരത്തിൻ്റെ വലിപ്പം നോക്കി. കുഞ്ഞു മരം, അതുമൊക്കെ നല്ല റെഡ് കളറുള്ള ആപ്പിൾ കണ്ടോ.
ഒരു 4 വെറൈറ്റിയോളം ഇവരിവിടെ നട്ടിട്ടുണ്ട്. പച്ച, അതായത് ഗ്രീൻ, യെല്ലോ, റെഡ്, പിന്നെ 2 കൂടി മിക്സ് ആയിട്ടുള്ള പച്ചയും ചുമപ്പും കൂടി ആയിട്ടുള്ള ഒരു മിക്സ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്. ഇത്രയും 4 വെറൈറ്റി ഞാനിപ്പോൾ ഇവിടെ കണ്ടത്. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ സാധനങ്ങൾ ചാപ്റ്റർ ചില്ലി, ഈ സാധനം, ഇതിൻ്റെ ഒപ്പം വേറെ എന്നിട്ട് പ്ലം, അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ നടന്ന് ചില സ്ഥലത്ത് എത്തുമ്പോൾ പച്ചാപ്പിൾ കാണും. ഇത് തനി ഗ്രീൻ, ഫുൾ ഗ്രീൻ ആയിട്ടുള്ള ആപ്പിളാണ് കേട്ടോ. ഇതിൽ യെല്ലോ ഷെയ്ഡില്ല, ഒട്ടും ഷെയ്ഡില്ല വേണ്ട. ഇത് തനി ഗ്രീൻ ആയിട്ടുള്ള ഗ്രീൻ ആപ്പിളാണ്. അവർ പറഞ്ഞത് അങ്ങനെയാണ്. പിന്നെ യെല്ലോ ഷെയ്ഡുള്ളത് വേറെ ഉണ്ട്. അത് യെല്ലോ തനി നല്ല മഞ്ഞ കളറാവും പഴുത്ത് കഴിയുമ്പോൾ. ഇത് ഭൂരിഭാഗവും റെഡാണ് കേട്ടോ. റെഡിന് മാർക്കറ്റിങ് കൂടുതലാന്ന് തോന്നുന്നു. പിന്നെ യെല്ലോ ആപ്പിളിന് കേടുവരൽ കൂടുതലാണ്, അതായത് പുഴുക്കേട് അങ്ങനത്തെ കാര്യങ്ങൾ. റെഡ് ആപ്പിളിന് അത്രയും കണ്ടിട്ടില്ല, പുഴുക്കേട് കുറവാണ്. ഇവരിപ്പോൾ ഈ ഇത് കണ്ടോ, മരുന്ന് ചെയ്തേക്കണ ഒരു മെത്തേഡ്. ഈ മരം പൊളിയുന്നുണ്ട്. മരത്തിൻ്റെ വെയിറ്റ് കൊണ്ട് മരത്തിൻ്റെ കൊമ്പുകൾ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആ പൊളിഞ്ഞു കഴിഞ്ഞാൽ തന്നെ കേട് വരാണ്ടിരിക്കാൻ സാഫ് കലക്കി അല്ലെങ്കിൽ തുരിശുണ്ടാകുമ്പോൾ കലക്കി മരത്തിൻ്റെ പകുതിയോളം ഏരിയ ഫുള്ള് കവർ ചെയ്തേക്കാണ്. അടിച്ച് നല്ല ക്ലീൻ ആക്കിയിട്ടേക്കുക. അണുബാധ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മരത്തിന്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഈ തേങ്ങയോ വേറെ എന്തെങ്കിലും താഴെ വീണ് കഴിഞ്ഞാൽ അവിടെ കിടക്കുമോ? ഇല്ലല്ലോ. ഇവിടെ നോക്കി ഫുള്ള് ആപ്പിളാണ്. താഴെയൊക്കെ ആന പോലത്തെ ആപ്പിളൊക്കെ. ചുമ്മാ ഞാൻ എടുത്താൽ ഇതിൻ്റെയൊക്കെ വലിപ്പം കണ്ട. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ആപ്പിൾ കളയില്ല. അമ്മാരെ കടകളിൽ ചീത്തയായത് വരെ തുടച്ചെടുത്ത് വയ്ക്കും. അങ്ങനത്തെ ആൾക്കാരാ. ആപ്പിൾ പൊട്ടിച്ചിട്ട് കയറി വരുന്നുണ്ട്. എന്ത് വേഗോ പറഞ്ഞു തരുകൊണ്ടാണ്. കാരണം ഇതൊക്കെ താഴെ കിടക്കാല്ലേ, വേണ്ട ഇത്ര അടിയിലാണ് കിടക്കണേ. എൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടിലുണ്ടെങ്കിൽ കാണണേ. പൊക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കൊമ്പേപ്പാട്ട് ഒഴിഞ്ഞ് താഴെ പോകും. പൊക്കള്ള അവർക്ക് പറിച്ചെടുക്കാൻ സുഖമുണ്ടാ. ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് കേടുണ്ട്. മരുന്നടിക്കാത്ത കാരണം അടിക്കും. പറഞ്ഞ നേരം കൊണ്ടാ ബോക്സായ. ഇപ്പം പോയുള്ളൂ, 10 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ആപ്പിളിൻ്റെ വിശേഷങ്ങളൊന്നും തീരല്ല കേട്ടോ. അപ്പം ഇനി ഇത് ഞങ്ങളിതൊന്ന് കണ്ട് തീരട്ടെ. കാരണം ആ മാര് ഏരിയ ഉണ്ട്. ആ മാര് ഏരിയ അറ്റം വരെ നടക്കാനുണ്ട്, ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ആപ്പിളിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരല്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.